ഉപ്പന്റെ കാലിൽ ഇടയ്ക്കിടയ്ക്ക് നീര് കാണുന്നുണ്ട്. ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയതായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കാലിൽ നീരുണ്ടാവാറുണ്ട്. ഒരു 2 ദിവസം കഴിഞ്ഞാൽ ആ ഒരു നീര് താനെ പോവുകയും ചെയ്യും. ഉപ്പ ഒരുപാട് നേരം നിൽക്കുന്നതുകൊണ്ടൊക്കെയാണ് കാലിൽ നീര് വരുന്നതെന്നായിരുന്നു ആദ്യം എല്ലാവരും വിചാരിച്ചത്. ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ ക്രിയാറ്റിൻ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. 8 years ഒക്കെ ആയിട്ട് ഇപ്പോൾ ഡയബറ്റിക് ആണ്. പിന്നെ ക്രിയാറ്റിൻ ചെക്ക് ചെയ്തപ്പോൾ ക്രിയാറ്റിന്റെ ഒരു 3.5 ഒക്കെ ഉണ്ട്. അങ്ങനെ നെഫ്രോ ഡോക്ടറെ കണ്ട് ഒരു 7 months ഒക്കെ ടാബ്ലറ്റ് കഴിച്ച് ഫസ്റ്റ് ഒക്കെ ക്രിയാറ്റിൻ ചെറിയ രീതിയിലൊക്കെ കുറഞ്ഞിരുന്നു. ഒരു 9 months ഒക്കെ ആയപ്പോൾ ക്രിയാറ്റിൻ ഒരു 10-11 എത്തി. അങ്ങനെ പിന്നെ കയ്യിലും കാലിലൊക്കെ നീര് വന്ന് ശ്വാസത്തിനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ വന്നു. അങ്ങനെ ആ ഒരു സമയത്താണ് അർജന്റായിട്ട് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഒരു 1 year ആയിട്ട് ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഉപ്പൊക്കെ ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്ന കയ്യിലെ AVF ഫ്ലോയും കുറവായതുകൊണ്ട് വാസ്കുലർ സർജനെ കാണിക്കാനുണ്ടായി. അങ്ങനെ ഡോക്ടർ അതേ കയ്യിൽ തന്നെ BVT സർജറി ചെയ്യാന്ന് പറഞ്ഞു. ആ ഒരു കയ്യിൽ ഒരുപാട് നീഡിലൊക്കെ കുത്തി കൈ നല്ല വീക്കം വന്നിട്ടുണ്ട്. അപ്പൊ അത് സെറ്റ് ആകുന്നത് വരെ ഡയാലിസിസ് നിർത്താൻ പറ്റാത്തതുകൊണ്ട് ടെമ്പററി ആയി ഇപ്പൊ കൈത്തിൽ ട്യൂബ് ഇട്ടിട്ട് അതിലൂടെയാണ് ഇപ്പൊ ഡയാലിസിസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു 2 ദിവസം മുൻപ് BVT ചെയ്തു. അത് ചെയ്ത് അതിലൂടെ ഒരു 2 മാസം കഴിഞ്ഞ് സെറ്റ് ആയി കഴിഞ്ഞാൽ ഡയാലിസിസ് ചെയ്യാന്നുള്ള പ്രതീക്ഷയിൽ നിന്നായിരുന്നു. ഒരു 2.5 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട സർജറി ഡോക്ടർ ഒരു 3.5 മണിക്കൂർ എടുത്തു. പക്ഷെ വെയിന് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല. ഡോക്ടർ ഒരുപാട് നേരം ട്രൈ ചെയ്തു, പക്ഷെ അത് സക്സസ് ആയില്ല. സർജറി കഴിഞ്ഞ സമയത്ത് ആ ഒരു കയ്യിൽ നല്ല ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ഡയാലിസിസ് ഉള്ള ഒരു ദിവസമാണ്. ഡയാലിസിസ് ചെയ്യാനുണ്ട്. 2 ദിവസം കൂടുമ്പോൾ BVT ചെയ്ത ആ ഒരു കൈ ഡ്രസ്സിങ് ചെയ്യാനും. അങ്ങനെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഡയാലിസിന് ഹോസ്പിറ്റലിലേക്ക് പോകാം. സീറ്റ് ബെൽറ്റ് ഇടാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പൊ ബാക്ക് സൈഡിലാണ് ഇരിക്കുന്നത്. ഇതിപ്പോ ഓരോ ഡയാലിസിനും എടുക്കാനുള്ള ഇഞ്ചക്ഷൻ ആണ്. ഫ്രിഡ്ജിൽ വെക്കേണ്ട ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് കാറിലെ AC സൈഡിലാണ് ഈ ഒരു ഇഞ്ചക്ഷൻ വെക്കാറ്. ഹോസ്പിറ്റലിലേക്ക് വീട്ടിൽ നിന്ന് ഒരു 18 kilometers ഉണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി ഉപ്പനെ വീൽ ചെയറിലെത്തി കാറ് പാർക്ക് ചെയ്യേണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് BVT ചെയ്ത കൈ ഡ്രസ് ചെയ്യാൻ വേണ്ടി പ്രൊസീജിയർ റൂമിന്റെ പുറത്തിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പനെ പ്രൊസീജിയർ റൂമിലേക്ക് കയറ്റി. ഹോസ്പിറ്റലിന്റെ വിൻഡോയിലൂടെ ഞാൻ പുറത്തേക്കൊന്ന് വെറുതെ നോക്കിയാണ്. ഹോസ്പിറ്റലിന്റെ താഴെ ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. കുറെ ആളുകൾ അങ്ങോട്ട് ഓടുന്നുണ്ട്. ഒരു സൈഡിൽ കംപ്ലീറ്റ് മീഡിയാസ് ആണ്. സംഭവം തിരുവനന്തപുരത്ത് നിന്ന് ഒരാളെ കിഡ്നി കാലിക്കറ്റ് ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്പ്ലാന്റിന് വേണ്ടി ബൈ റോഡ് ആംബുലൻസിൽ വരുന്നുണ്ട്. അത് കാണാനാണ് ഈ ആളുകളൊക്കെ കൂടി നിൽക്കുന്നത്. അപ്പോഴേക്കും ഇപ്പന്റെ ഡ്രസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് ഡയാലിസിന് കയറി. ഒരു 5-6 മണിക്കൂർ ഡയാലിസ് റൂമിൽ AC കിടക്കുന്നുണ്ട്. ഇപ്പന്റെ കാലിലൂടെ തണുപ്പ് കയറി ഇപ്പൊ ഷിവറിംഗ് ഒക്കെ വരാറുണ്ട്. അതുകൊണ്ട് ഈ ഒരു സോക്സ് കാലിലിട്ടിട്ടാണ് ഇപ്പൊ ബെഡിൽ കിടക്കാറ്. ബ്ലാങ്കറ്റ് ഒക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും ലാസ്റ്റിലേക്ക് ഇപ്പൊ ഇടയ്ക്ക് ഷിവറിംഗ് വരാറുണ്ട്. അങ്ങനെ ഉപ്പനെ ഡയാലിസിന് കയറ്റി ഞാൻ വെയിറ്റിംഗ് ഏരിയയിലേക്ക് പോയി. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ലാബിൽ കൊണ്ടുകൊടുക്കാൻ സ്റ്റാഫ് അകത്തുനിന്ന് വിളിച്ചിരുന്നു. അങ്ങനെ ലാബിലെ ബില്ല് പേ ചെയ്ത് സാമ്പിൾസ് ലാബിൽ കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഡയാലിസിന്റെ ബില്ലും പേ ചെയ്യാണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ബില്ലും പേ ചെയ്തു. ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ ഉപ്പൊക്കെ നല്ല വിശപ്പ് ഉണ്ടാവാറുണ്ട്. ആ ഒരു സമയത്ത് ചായ കൂടെ എന്തെങ്കിലും ഒരു ലൈറ്റ് സ്നാക്സും കൊടുക്കാൻ പറ്റും. അങ്ങനെ കോഫി ഷോപ്പ് പോയി ഉപ്പൊക്കെ ഒരു വിത്തൗട്ട് ചായയും ഒരു കടിയും മേടിച്ചു. അങ്ങനെ ഉപ്പൊക്കെ ചായ ഒക്കെ കൊടുത്തു. ഈ കാണുന്നതാണ് ഇപ്പന്റെ BVT ചെയ്ത കൈ താഴ്ത്തി വെക്കുന്ന സമയത്ത് ഉപ്പൊക്കെ നല്ല പെയിൻ ഉണ്ട്. അങ്ങനെ ഇതിനകത്തുള്ള സിസ്റ്റർ 2 ബെഡ്ഷീറ്റ് ഒക്കെ ഇപ്പൊ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഇനി ഒരു 37 മിനിറ്റും കൂടി ബാക്കിയുണ്ട്. ഡയാലിസിന് കയറുന്ന സമയത്തും ഇറങ്ങുന്ന സമയത്തും വെയിറ്റ് നോക്കാറുണ്ട്. ആ ഒരു വെയിറ്റ് അനുസരിച്ചിട്ടാണ് ഡയാലിസ് ചെയ്യുന്ന ഈ ഒരു മെഷീനിൽ വെയിറ്റ് സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഡയാലിസ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ എന്റെ വെയിറ്റ് ഒക്കെ നോക്കി അത്യാവശ്യം വെയിറ്റ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഫോർ ടുഡേ.